ഇന്നൊരു ബർഗർ ഉണ്ടാക്കിയാലോ. അതിന്റെ മുമ്പിലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ബൺ ഉണ്ടാക്കുമെന്ന് കാണാം. ഇനി നമുക്ക് ആ ബണ്ണ് വെച്ചിട്ട് നിന്ന് ബർഗർ ഉണ്ടാക്കുമെന്ന് കേട്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്തൊക്കെ സാധനം വേണ്ടത് കാണിച്ചു തരാം. ചിക്കൻ ബോൺലെസ് പീസാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കുറച്ച് പിന്നെ പെപ്പർ, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആദ്യം ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇട്ടിട്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ ചിക്കനാണ് ബോൺലെസ് പീസായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും അതായത് ഗരം മസാല പൊടി കുറച്ച് വേണ്ടും, ഇത്തിരി മഞ്ഞൾപ്പൊടി നല്ല പവറുണ്ട് അപ്പോൾ കുറച്ച് മതി. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം, തെറ്റിയുടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നും കൂടി പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു കഴിഞ്ഞ മുട്ടുപോയി കുറച്ച് വെള്ളം നമുക്ക് നോക്കാം എന്തായാലും. ഹായ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാണാൻ ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം റെസിപ്പി ബീഫിലും ചെയ്യാം. സെയിം റെസിപ്പിയാണ്. ബീഫിൽ വേണമെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്യണം ചെറുങ്ങനെ. ചിക്കൻ ആകുമ്പോൾ ഡയറക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു മുട്ട ഒന്ന് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും ചേർത്തില്ല, വെറും മുട്ടയാണ്. കുറച്ചതും അടി കൊടുക്കാം. നമുക്ക് എത്ര ഭംഗിയുണ്ട് അതിനനുസരിച്ച് ഇതൊന്നും നല്ല ബോൾസ് ആക്കി വെക്കാം. നമുക്ക് ഇനി ആ പാറ്റ് ഫ്രൈ ചെയ്യാം. അപ്പൊ ഈ പാനിലേക്ക് ചൂടി കുറച്ച് കോക്കനട്ട് ഓയിൽ, ശേഷം നമ്മളെ പാറ്റി കൂട്ടാൻ നമ്മൾ നേരത്തെ ഇങ്ങനെ നല്ല ബൗൾസ് ആക്കി വെച്ചിട്ട് ഇട്ടേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ബണ്ണിൻ്റെ ഒക്കെ ഷേപ്പിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ആക്കി നമുക്ക് വേണമെങ്കിൽ ഒന്നും വെയിറ്റിലൊന്നും വെച്ചിട്ടൊക്കെ വേഗം പരത്താം. ഷേപ്പ് ഒന്നും കുഴപ്പമില്ല. ഞാനിത് കിട്ടാൻ തുറന്നു നോക്കാണ്ട് തോന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ വരെ നമുക്ക് ഒഴിച്ച് മാറ്റി വെച്ചാലും ഷേപ്സ് കുഴപ്പമേ ഇല്ല. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ വരും. ഇതിൻ്റെ മുകളിൽ ചിക്കൻ്റെ വാട്ടറാണ് വരുന്നത്. നമുക്ക് ഇപ്പത്തെ സൈഡ് ഒന്ന് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഗാർലിക് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം തന്നെ ഇപ്പോൾ 1.5 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി വേണ്ട, ഇപ്പോൾ 2 മതി. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വിനീഗറാണ്, ഒരു ഡോട്ട്. ഈ ബർഗറിനോട് വേറെ തന്നെ ഒരു ഡിപ്പ് ഉണ്ടാക്കാം. അപ്പൊ നമ്മള് ആദ്യം ഉണ്ടാക്കി വെച്ച ഗാർലിക് ഇല്ലേ, അതൊന്ന് കുറച്ചെടുക്കാം. അധികം വേണ്ട, കുറച്ച് 1.5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഗാർലിക്. പിന്നെ നമ്മള് ടൊമാറ്റോ കെച്ചപ്പാണ്, അതും കുറച്ചായിട്ട്. ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഇഷ്ടമായതുകൊണ്ടും നല്ലോണം കുറച്ചായിട്ട്. നമുക്കിത് രണ്ടും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ബർഗറാക്കാം. ഇതാ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് കുറച്ച് ഈ ഒരു സൈഡിൽ ഇട്ട്
ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണം. നേരത്തെ വായുന്ന വെള്ളം വന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉദ്ദേശിച്ച് നമ്മളെ ബണ്ണ് നല്ല സോഫ്റ്റ് വേണം. അതിൻ്റെ വീഡിയോ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ബണ്ണ്